ഹായ് ഫ്രണ്ട്സ്, PSC വേഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ സ്വതന്ത്ര സമര സേനാനികൾ എന്ന ടോപ്പിക്സിൽ നിന്നും ഗോപാലകൃഷ്ണ ഗോഖലെ, ജവഹർലാൽ നെഹ്റു എന്നീ സ്വതന്ത്ര സമര സേനാനികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഒരുമിച്ച് LDCക്ക് വേണ്ടി തയ്യാറെടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോപാലകൃഷ്ണ ഗോഖലെ ജനിച്ച വർഷം. ഗോപാലകൃഷ്ണ ഗോഖലെ ജനിച്ച വർഷം 1866 മെയ് 9. 1866 മെയ് 9 ഗോഖലെ ജനിച്ച വർഷം. ജന്മസ്ഥലം മഹാരാഷ്ട്രയിലെ രത്നഗിരി. രത്നഗിരിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ജന്മസ്ഥലം. അടുത്ത ക്വസ്റ്റ്യൻ, മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ ജനിച്ച വർഷം 1866 മെയ് 9. ജന്മസ്ഥലം രത്നഗിരി. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന വ്യക്തി. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ് MG റാനഡെ. MG റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ഗുരുവാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ക്വസ്റ്റ്യൻ, സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ആരാണ്? സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലെയുടെ ഗുരു ആരാണ്? MG റാനഡെ. സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ക്വസ്റ്റ്യൻ, ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെ ആസ്ഥാനമായി സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം. ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെ ആസ്ഥാനമായി സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം 1905. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെ ആസ്ഥാനമായി സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1889. 1889 ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ഏതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1905 ബനാറസ് കോൺഗ്രസ് സമ്മേളനം. ഓക്കെ, 1905 ഗോപാലകൃഷ്ണ ഗോഖലെ പൂനെ ആസ്ഥാനമായി സർവന്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ച വർഷം. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമായ വർഷം 1889. ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1905 ബനാറസ് സമ്മേളനത്തിലൂടെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവായിരുന്ന വ്യക്തി ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവായിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അസാധാരണമായ മനുഷ്യൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ആരാണ്? അസാധാരണമായ മനുഷ്യൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ്. ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളുടെ നേതാവായിരുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അസാധാരണമായ മനുഷ്യൻ എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു ആണെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കഴ്സൺ പ്രഭുവിനെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മാറിപ്പോവരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ബാലഗംഗാധര തിലക്. ആരാണ് ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ച വ്യക്തി? ബാലഗംഗാധര തിലകാണ്. ഗോഖലെയെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. മുഹമ്മദ് അലി ജിന്നയുടെ മാർഗദർശി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ക്ഷീണഹൃദയനായ മിതവാദി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഗോഖലെയെ പുണ്യനദിയായ ഗംഗയോട് ഉപമിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഓക്കെ, വേഷപ്രജനനായ രാജ്യദ്രോഹി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ആരാണ്? വേഷപ്രജനനായ രാജ്യദ്രോഹി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ് വേഷപ്രജനനായ രാജ്യദ്രോഹി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങളാണ് ദ നേഷൻ, ജ്ഞാനപ്രകാശ്. ദ നേഷൻ,
ജ്ഞാനപ്രകാശ് എന്നീ പത്രങ്ങൾ ഏത് സ്വതന്ത്ര സമര സേനാനിയുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രങ്ങളാണ് ദ നേഷൻ, ജ്ഞാനപ്രകാശ്. ഓർത്തിരിക്കുക. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രം ഏതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രമാണ് ഹിതവാദ. ഹിതവാദ ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച ഇംഗ്ലീഷ് പത്രമാണ്. ദ നേഷൻ, ജ്ഞാനപ്രകാശ് എന്നീ പത്രങ്ങളും ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ജനിച്ച വർഷം. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889 നവംബർ 14. 1889 നവംബർ 14-നാണ് ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം. ജന്മസ്ഥലം അലഹബാദാണ്. അലഹബാദാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മസ്ഥലം. നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഏത് ദിനമായാണ് ആചരിക്കുന്നത്? ശിശുദിനം. നവംബർ 14 ഏത് ദിനമാണ്? ശിശുദിനം. നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത് ഏത് സ്വതന്ത്ര സമര സേനാനിയുടേതാണ് ചോദിച്ചാൽ ആരുടേതാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. 1889 നവംബർ 14-നാണ് ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം. ജന്മസ്ഥലം അലഹാബാദാണ്. നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ചാച്ചാജി എന്ന പേര് അറിയപ്പെടുന്ന ആരെയാണ്? ചാച്ചാജി എന്ന പേര് അറിയപ്പെടുന്ന ഏത് വ്യക്തിയാണ് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ചാച്ചാജി എന്ന പേര് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിനെ ധൃതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? നെഹ്റുവിനെ ധൃതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോർ ആണ് നെഹ്റുവിനെ ധൃതുരാജൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള വ്യക്തി. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച വ്യക്തി ആരാണ്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ചാച്ചാജി എന്ന പേര് അറിയപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റുവിനെ ധൃതുരാജൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റു ആരംഭിച്ചിട്ടുള്ള പത്രമാണ് നാഷണൽ ഹെറാൾഡ് എന്ന്. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണിക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ് ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, ഒന്നും കൂടി നമുക്ക് നോക്കാം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെണീക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഭയത്തിന്റെയും വെറുപ്പിന്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്ത ക്വസ്റ്റ്യൻ, നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷമാണ് 1955. 1955-ലാണ് നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ചിട്ടുള്ള വർഷം. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ്? നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ. മദർ തെരേസയ്ക്കാണ് നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ചിട്ടുള്ള വനിത. ജവഹർലാൽ നെഹ്റു മരിച്ച വർഷം 1964 മെയ് 4. 1964 മെയ് 4-നാണ് ജവഹർലാൽ നെഹ്റു മരിച്ച വർഷം. ഓർത്തിരിക്കുക. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം 1955-ലാണ്. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആരാണ്? മദർ തെരേസ. 1964 മെയ് 4-നാണ് മരണം. ജനിച്ച വർഷം ഓർത്തിരിക്കുക 1889 നവംബർ 14. നവംബർ 14-നാണ് ശിശുദിനമായി ആചരിക്കുന്നത്. ഹൈ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.